ഈ വർഷത്തെ മുഴുവൻ ഹാജിമാരും ഇന്ന് ജൂൺ 6 രാവിലത്തെ ഫ്ലൈറ്റിൽ യാത്രയായതോട് കൂടിയിട്ട് ഈ വർഷത്തെ ഒരു ഹജ്ജിന്റെ ജോലി അവസാനിച്ചു. പക്ഷെ മറ്റൊരു സന്തോഷ വാർത്ത, ജൂൺ 6 ഇതേ ദിവസം അവിടെ ഉച്ചക്ക് നിന്നും പുറപ്പെട്ട ആദ്യ ഉംറ സംഘം, ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ അൽഹിന്ദിന്റെ ഉംറ സംഘം ഇന്ന് ജൂൺ 6 രാത്രി, ഇപ്പൊ ഇവിടെ സമയം 12 മണിയായിട്ടുണ്ട് രാത്രി. ഈ കാണുന്ന ഹോട്ടലിലാണ്, നൂർ അൽ സാദ് ഹോട്ടൽ എന്ന് പറഞ്ഞ് ജബൽ കാബയുടെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന തന്നെയാണ് ഹറമ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടല്. ഈ താമസിക്കുന്ന ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്നതാണ് ഹറമ്. മാഷാ അല്ലാഹ്, അങ്ങനെ ഒരു ഭാഗ്യം കൂടി കിട്ടി. ഈ ഒരു വർഷത്തെ ഹജ്ജ് കഴിഞ്ഞുള്ള ആദ്യ ഉംറ സംഘത്തെ സ്വീകരിക്കാനുള്ള ആ ഒരു ഭാഗ്യം കൂടി മാഷാ അല്ലാഹ് കിട്ടി. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് അടുത്ത റമളാൻ കഴിഞ്ഞ് അടുത്ത ഹജ്ജ് വരെയുള്ള കണ്ടിന്യൂ ആയിട്ട് അൽഹിന്ദിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും ഒരു മാസത്തിൽ 30-ലധികം ബാച്ചുകളിലായി അൽഹിന്ദിന്റെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി ഉംറ സംഘം അവിടെ നിന്ന് പുറപ്പെടുന്നുണ്ട്. അപ്പൊ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അൽഹിന്ദിന്റെ തൊട്ടടുത്ത ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ ഹജ്ജിനും തന്നെ ഈ വർഷം നേരത്തെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ആയാലും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകളായാലും ഒക്കെ നേരത്തെ തന്നെ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ അൽഹിന്ദിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ സാധാരണ പ്രീമിയം പാക്കേജിന് പുറമെ ഗവൺമെന്റ് നിരക്കിലുള്ള അമീറും വിത്ത് ഫുഡോടും കൂടിയിട്ടുള്ള അതേ പാക്കേജും ലഭ്യമാണ്. അപ്പൊ ആവശ്യമുള്ളവരൊക്കെ തൊട്ടടുത്ത അൽഹിന്ദിന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഈ മഹത്തായ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ 1000 വട്ടം ശുക്ർ ചെയ്യുന്നു. ഇതിന് എല്ലാ അനുകൂലമായ സാഹചര്യങ്ങളും ഒരുക്കി തന്ന അൽഹിന്ദ് ഗ്രൂപ്പിന് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. അൽഹംദുലില്ലാ, ഇന്ത്യയിലുള്ള ആദ്യത്തെ സംഘത്തിൽ തന്നെ ഇവിടെ ഉംറ ചെയ്തതിൽ വളരെ സന്തോഷം. പിന്നെ അതേപോലെ ഹറമിൻ്റെ അടുത്ത് തന്നെ ഞങ്ങൾക്ക് റൂം ഒരുക്കി തന്ന അൽഹിന്ദിനോടും വളരെയധികം കടപ്പാടും. ആദ്യ ഉംറ സംഘം ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ടു. അതിലൊരു ഭാഗമാകാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചു. ഇവിടെ വന്നപ്പോൾ അടുത്ത റൂമുകളും എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയും ഒരുക്കങ്ങളും അൽഹിന്ദ് ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ വല്ലാത്ത സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ ഈ പരിശുദ്ധ മണ്ണിലെത്താൻ, വിദൂരമല്ലാത്ത ഭാവിയിലെത്താൻ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.